ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ് എന്നീ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്താൻ, ആദ്യ അഡ്വൈസിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത ബിഗിനേഴ്സിന് നമ്മുടെ ഈ ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട്, ഈ ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യ റാങ്കിൽ എത്താൻ സഹായിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കുറച്ച് രീതിയിലുള്ള പ്രിപ്പറേഷൻ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയം മുതലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് വരുന്ന അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025 ആണ്. എക്സാം സ്ലോട്ട് വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ട് എന്നാ മെയ് ടു ജൂലൈ ആണ്. അപ്പൊ സാധാരണ നമുക്ക് എക്സാം സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയ്യിൽ തന്നെ പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 460/2025 ആണ്. ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ട് മെയ് ടു ജൂലൈ. ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ 614/2025 ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 4/2/2026 ആണ്. അതിന്റെയും ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് മെയ് ടു ജൂലൈ തന്നെയാണ്. ഇനി അടുത്തത് മാനേജർ IT കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 609/2025 ആണ്. അതിന്റെയും ആപ്ലിക്കേഷൻ എന്തായിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 4/2/2026 ആണ്. MBA ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് മെയ് ടു ജൂലൈ തന്നെയാണ്. അപ്പം ക്വാളിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. MCA ഓർ ബിടെക് IT ഓർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ് വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ്. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, February 4, 2026 ആണ്. അതിന്റെ ടെൻറ്റേറ്റീവ് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് മെയ് ടു ജൂലൈ തന്നെയാണ്. നമുക്ക് ഇനി ഈ ഒരു എക്സാംസ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ് എന്നീ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടെക് PSC ഒരു ലേറ്റസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ഉണ്ടായിരിക്കും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ തന്നെ സ്റ്റുഡൻസിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസും ഉണ്ടായിരിക്കും. കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ അവൈലബിൾ ആണ്. അപ്പം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്പ് ത്രൂ ടെക് PSCയുടെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെക് PSCയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നോക്കാം. നമ്മളൊരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ നോക്കുന്നത്. കാരണം എന്താണ്, നമ്മുടെ എക്സാമിന്റെ ടെൻറ്റേറ്റീവ് സ്ലോട്ട് വന്നിട്ടുണ്ട്. മെയ് ടു ജൂലൈ ആണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം നമുക്കൊരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ആ മാസങ്ങളിൽ ഏതെങ്കിലും തന്നെ ഉറപ്പായിട്ടും എന്തായിരിക്കും, നമ്മുടെ എക്സാം ഉണ്ടായിരിക്കും. ഒന്നുകിൽ മെയ് അല്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ ആയിരിക്കും. അപ്പൊ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട മെയ് തന്നെ പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യണം. സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ആദ്യ മാസങ്ങളിൽ തന്നെ ടെൻറ്റേറ്റീവ് സ്ലോട്ടിൽ പറഞ്ഞിട്ടുള്ള ആദ്യ മാസങ്ങളിൽ തന്നെ എക്സാം ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് മെയ്യിൽ തന്നെ പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. നമ്മൾ ചിട്ടയായിട്ട്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കും. ഇതുവരെയും ഈ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും വളരെ വലിയ വാസ്റ്റ് സിലബസ് ഒന്നുമല്ല. നമുക്ക് ആകെ 8 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അത് നമുക്ക് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മോക്ക് ടെസ്റ്റുകൾ എഴുതി ടോപ്പിക് ടെസ്റ്റുകൾ എഴുതി നമുക്ക് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന
പഠിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് 90 ദിവസത്തെ പ്ലാൻ ആണ്. അപ്പൊ നമ്മുടെ ഫെബ്രുവരി 1 മുതൽ 5 വരെ പഠിക്കേണ്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 12 മാർക്കിന്റെ മൊഡ്യൂളാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടെന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളും പഠിക്കാനുള്ള കറക്റ്റ് സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ മൊഡ്യൂൾ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം, സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആസ് ഇറ്റ് ഈസ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ മൊഡ്യൂളായ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് പഠിക്കാൻ ഫെബ്രുവരി 1 മുതൽ 5 വരെയാണ് സബ്ജക്ട് കവറേജിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഫെബ്രുവരി 6 തീയതി ക്വിക്ക് റിവിഷൻ, പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമ്മൾ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ പഠിച്ച ആ ടോപ്പിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതാണ്, ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ഏതാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി ഫെബ്രുവരി 7 തീയതി അതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റുഡൻസ് തനിയെ തന്നെ പല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വാങ്ങി നോക്കുക. അത് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റോ കോഴ്സോ പർച്ചേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയായാലും നമ്മൾ നല്ല രീതിയിലുള്ള ടോപ്പിക് ടെസ്റ്റ്, ഒരുപാട് MCQ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം കോൺഫിഡൻസോട് കൂടി അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 14 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് ഫെബ്രുവരി 8 മുതൽ 13 വരെയാണ് സബ്ജക്ട് കവറേജിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫെബ്രുവരി 14, ഫെബ്രുവരി 15 തീയതിയാണ് നമ്മൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി, 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ആ ഒരു ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട തിയറി കാര്യങ്ങൾ എല്ലാം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 16 മുതൽ 20 വരെയാണ്. ഫെബ്രുവരി 21 തീയതി നമ്മൾ അതിന്റെ പഠിച്ച എല്ലാ കാര്യങ്ങളും ആ മൊഡ്യൂളിലെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഫെബ്രുവരി 22 തീയതി അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തത് ഫെബ്രുവരി 23 മുതൽ 28 വരെയാണ് നമ്മുടെ നാലാമത്തെ മൊഡ്യൂളായ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ഓർ ജാവ. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ, അതിന്റെ സബ്ജക്ട് കംപ്ലീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെബ്രുവരി 23 മുതൽ 28 വരെയാണ്. ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങിന് വേണ്ടി മാർച്ച് 1 തീയതിയും അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് മാർച്ച് 2 തീയതിയുമാണ്. ഇനി അടുത്ത മൊഡ്യൂൾ, അഞ്ചാമത്തെ മൊഡ്യൂൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിലെ സബ്ജക്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ച് 3 മുതൽ 7 വരെയാണ്. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് മാർച്ച് 8 തീയതിയാണ്. മാർച്ച് 9 തീയതി അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്ത മൊഡ്യൂൾ, ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ്. മാർച്ച് 10 മുതൽ 14 വരെ നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്യുക. അതിനുശേഷം മാർച്ച് 15 തീയതി ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് മേക്കിങ്ങും ആണ്. മാർച്ച് 16 തീയതി അതുമായി ബന്ധപ്പെട്ട മാക്സിമം പരീക്ഷകൾ, ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തത് മാർച്ച് 17 മുതൽ 22 വരെയാണ് നമ്മുടെ ഏഴാമത്തെ മൊഡ്യൂൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് പ്രോഗ്രാമിംഗ്. നമ്മുടെ ഏഴാമത്തെ മൊഡ്യൂൾ എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ്. 14 മാർക്കിന്റെ മൊഡ്യൂളാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് 8 ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 17 മുതൽ 22 വരെ 6 ദിവസം അതിന്റെ സബ്ജക്ട് കംപ്ലീറ്റ് കവർ ചെയ്യാനും, ഏഴാമത്തെ ദിവസം അതായത് മാർച്ച് 23 തീയതി ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങും, മാർച്ച് 24 തീയതി അതിന്റെ ടോപ്പിക് ടെസ്റ്റുമാണ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിന്റെ സബ്ജക്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് മാർച്ച് 25 മുതൽ 30 വരെയും, ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് മാർച്ച് 31 ടോപ്പിക് ടെസ്റ്റ് ഏപ്രിൽ 1 അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 60 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കംപ്ലീറ്റ് സബ്ജക്ട് കവറേജ്
പ്ലസ് നമ്മൾ ക്വിക്ക് റിവിഷനും കഴിയും, അതിന്റെ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാ മൊഡ്യൂളിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ ചെയ്തിരിക്കും. അപ്പം അതിനുശേഷം ഏപ്രിൽ 2 മുതൽ 12 വരെ എല്ലാം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, മൈൻഡ് മാപ്പിംഗ് ചെയ്യുക, സ്മാർട്ട് നോട്ട് പ്രിപ്പറേഷനിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് എല്ലാം കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സമയമാണ്. അതിനുശേഷം ഏപ്രിൽ 13 to 23 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. നമ്മൾ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എത്രമാത്രം പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല അപ്രോച്ച് ചെയ്യുന്നത്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് തിയറി ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അത്യാവശ്യം കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ എക്സാം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനുള്ള കോൺഫിഡൻസ് ഗെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മോഡൽ എക്സാംസ് നല്ല രീതിയിലുള്ള കംപ്ലീറ്റ് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം PSCയുടെ അതേ പാറ്റേണിൽ അതേ ടൈം ഡ്യൂറേഷനിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എക്സാം ഹോളിൽ അതേപോലെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മോഡൽ ടെസ്റ്റ് ഏതെങ്കിലും ക്വാളിറ്റി മോഡൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് എക്സാം കോൺഫിഡൻസോട് കൂടി അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെയാണ് നമ്മുടെ ഫൈനൽ ലാബ് റിവിഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നമുക്ക് ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും കുറേ പുതിയ അറിവുകൾ കിട്ടും. അതുമൊക്കെ നമ്മൾ സ്മാർട്ട് നോട്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക. ഓരോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ വീക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അത്തരത്തിലുള്ള മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ എഫക്റ്റീവായിട്ട് ഈ ലാസ്റ്റ് ഡേയ്സ്, അതായത് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലാൻ, ഈ ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ തന്നെ മെയ് 1-ാം തീയതി അവധിയാണ്. അപ്പോൾ അന്ന് എന്തായാലും എക്സാം ഉണ്ടാവത്തില്ല. അപ്പോൾ മെയ് മാസത്തിൽ എന്ന് എക്സാം വന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതുവരെയും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്ത് ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡഡ് എന്താണ്, ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് കളിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇനിയുള്ള ദിവസം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പ്ലാൻ നമുക്ക് ഫോളോ ചെയ്ത് പോകുന്ന അത്രയും നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് കവർ ചെയ്തു, അതിന് റിവിഷൻ നടത്തി, ടോപ്പിക് ടെസ്റ്റ് ചെയ്തു, ലാസ്റ്റ് മോഡൽ എക്സാംസ് ചെയ്ത് മൈൻഡ് മാപ്പിംഗ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഫ്രീ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.